ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലഡു ആയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. കാരണം ഇതിൽ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പൊ അരിച്ചെടുക്കുന്നതോട് കൂടെ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണിന്റെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത്, നല്ല ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ കട്ടി വരാനും പാടില്ല, അതുപോലെ ടൈപ്പിലായിരിക്കണം. അപ്പൊ ഞാൻ മാവൊക്കെ നന്നായി കരച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ടൈപ്പ് ആയിരിക്കണം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. അതില് 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 1/4 ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊക്കെ നന്നായി ചൂടായി വരുമ്പോ നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോ നമ്മൾ ഹൈ ഫ്ലെയിമില് മീഡിയം ഫ്ലെയിമിൽ ഇതുവരെ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൂന്തി ഇട്ട വശം തന്നെ നമുക്ക് കോരി എടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇതുപോലെ ഓട്ടയുള്ള ഒരു പാത്രം ഇടുക, അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പൊ ഇതുപോലെ മണിമണിയായിട്ട് ബൂന്തി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ബൂന്തി എണ്ണയിലിടുമ്പോ നല്ല ഇതുപോലെ പരന്നിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ലഡുവിനുള്ള ബൂന്തി ആയിട്ടുണ്ടാവും. ഇനി നമ്മള് കണ്ട ഇതുപോലെ വരുന്നത്, ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തതാണ്. അപ്പൊ ഞാനത് ക്രഷ് ചെയ്ത് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കും. ഇനി ഒരു ചട്ടിയിലോട്ട് 1.5 ഗ്ലാസ് മാവ് അളന്ന അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരം റെഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് കളറും ചേർക്കാം. ഇനി നന്നായി തിളക്കട്ടെ. കണ്ടില്ലേ, ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒറ്റനൂൽപ്പരിവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ അടിച്ചു വെച്ചതും ബൂന്തി ആയിട്ട് ഉണ്ടാക്കിയതും നമുക്ക് ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ആ വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ താളിക്കണ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുതിരിയും നന്നായി വറുത്ത് നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ശർക്കര പാനിയൊക്കെ നമ്മുടെ ബൂന്തിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ നെയ്യ് അടക്കം ഒഴിച്ചു കൊടുക്കുക. ലഡു പിടിക്കുമ്പോ ചൂടാറാൻ പാടില്ല. കാരണം കുറച്ച് ചൂടെങ്കിലും വേണം പിടിക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ലഡു വരില്ല, കയ്യിൽ ഒതുങ്ങില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് കയ്യിൽ തൊടാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് ലഡു പിടിച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ലഡുവിനുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. വേണ്ട, വെള്ളമൊക്കെ വറ്റി നല്ല ചൂടാണ്. വേണ്ട, ഇതുപോലെ ആയി കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടണ ലഡു പോലെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ആദിലക്ഷ്മി കിച്ചൻ വേളില് കമന്റ്സ് അറിയിക്കുക. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ബൂന്തി റെഡി ആയില്ല എന്ന് പറഞ്ഞ് ലഡു ഉണ്ടാക്കാൻ ഇരിക്കേണ്ട. മിക്സിയുടെ ജാറിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ പഞ്ചസാര പാനിയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടിപൊളി ലഡു കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് ആദിലക്ഷ്മി കിച്ചൻ വേളി വരുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ ഫ്രണ്ട്സ്.